ഹലോ, സുഖമല്ലേ എല്ലാവർക്കും? എന്നും വിചാരിക്കും വീഡിയോ ഇടണം. പക്ഷേ വീഡിയോ ഒത്തു വരുമ്പോഴത്തേക്കും ഓഡിയോ ഒത്തു വരില്ല, ഓഡിയോ ഒത്തു വരുമ്പോഴത്തേക്കും വീഡിയോ ഒത്തു വരില്ല. അതാ ഇത്ര ലേറ്റ് ആയപ്പോഴാണ്. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പുതിയ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കുന്നത്. രാവിലെ നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് കട്ടൻ ചായയൊക്കെ എടുത്ത് ഞാൻ റംബൂട്ടാൻ്റെ കുരു നടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്രയും വളർന്നു. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ പിന്നെ മഴയത്തുകൊണ്ട് വെച്ചു, അത് മൊത്തം പോയി. ആ റംബൂട്ടാൻ്റെ ചെടിയെ പിന്നെ ഒന്നേ നടന്നു. ഇത് ഏത് ഫ്രൂട്ടാണെന്ന് എനിക്കറിയാമില്ല, ഒരു തരം ചക്കയാണ്, അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റഡി സെഷനിലോട്ട് കയറി. ഞാൻ ഇനി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന 1 മന്തേ ഉള്ളൂ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം കഴിഞ്ഞ എക്സാം ഞാൻ ലാസ്റ്റ് മിനിറ്റ് പഠിച്ച് പാസ്സാവാം എന്ന രീതിക്കാണ് പഠിച്ചത്. പക്ഷെ മനസ്സിലായി, എന്നെക്കാട്ടി എത്രയോ വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഇപ്പോഴും പഠിക്കാതിരിക്കുന്നത്. അപ്പം അങ്ങനെ അത്രയും കുറച്ച് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. വീണ്ടും ഞാൻ പഠിക്കാൻ തുടങ്ങി നേരത്തെ. എന്നിട്ട് പിന്നെ ഒരു ഉച്ചവരെയുള്ള വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ചായ ഇട്ടു. എനിക്ക് ചായ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല സ്ട്രോങ് ടീ തന്നെ വേണം. അത്ര സ്ട്രോങ് കുടിക്കുന്നത് നല്ലതല്ലെന്നറിയാം, പക്ഷേ എനിക്ക് സ്ട്രോങ് കുടിച്ചാലേ ഒരു സുഖമുള്ളൂ. പിന്നെ അന്ന് ഞാൻ ഓണം ഷോപ്പിങ്ങിന് പോയപ്പം ഒരു കപ്പ് നൂഡിൽസ് വാങ്ങിച്ചില്ല, അത് ഞാൻ ഇപ്പോഴാണ് പിന്നെ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് സ്പൈസി തന്നെ മനഃപൂർവ്വം വാങ്ങിച്ചത്. എന്നിട്ട് ചീസിട്ട് അന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കഴിച്ചത്. ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല, വെള്ളം ചൂടാക്കുക, ആ കപ്പ് നൂഡിൽസിൻ്റെ ഒരു ലിമിറ്റ് വരെ നമുക്ക് കാണിച്ചു തരും. എവിടം വരെ വെള്ളം ഇടുന്നൊരു സർക്കിൾ പോലെ ഉണ്ട്, അവിടം വരെ നമ്മൾ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റോളം അതിനെ അടച്ചു വയ്ക്കുക. കുറേ ആൾക്കാർ പറയാറുണ്ട് കപ്പ് നൂഡിൽസ് എപ്പോഴും കഴിക്കാൻ നല്ലതല്ല, പക്ഷേ വൺസ് ഇൻ എ വൈൽ കഴിക്കുന്നതിൽ അത്ര കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ചായയുടെ പ്രോസസ്സിലോട്ട് കടന്നു. എനിക്ക് നല്ല കടുപ്പമുള്ള ചായ തന്നെ വേണം. നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങൾ സ്ട്രോങ് ടീ, മീഡിയം ടീ ഓർ ലൈറ്റിൻ്റെ ആൾക്കാരാണോ? അതോ നിങ്ങൾ ടീയെ പ്രിഫർ ചെയ്യാതെ കോഫിയോ അതോ രണ്ടും കുടിക്കാത്ത ആൾക്കാരാണോ എന്ന് കമൻറ്റ് ചെയ്യണേ താഴെ. പിന്നെ ഞാൻ ചായയുടെ ഒപ്പം കുറച്ച് ബ്രെഡും കൂടെ ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 4 ബ്രെഡ് ഉണ്ടല്ലോ, പിന്നെ അത് ഉപയോഗിക്കാതെ ഇരുന്നാൽ പിന്നെ ചീത്തപ്പം. അവിടെ ബ്രെഡ് നെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ടോസ്റ്റ് ചെയ്ത് കഴിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ നൂഡിൽസ് സെറ്റായപ്പോഴത്തേക്കും പിന്നെ വാട്ടർ ഡ്രെയിൻ ചെയ്ത് കളയണം. ഞാൻ ഒന്ന് മിക്സ് ചെയ്തു, മൊത്തത്തിൽ കുക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കി. ഇതിൽ 2 പാക്കറ്റ് ഉണ്ട്. ഒന്ന് സീസണിങ് ആണ്, സെസ്മി സീഡ്സും സീവീഡും ആണെന്ന് തോന്നുന്നു തന്നിരുന്നത്. പിന്നെ രണ്ടാമത്തെ പാക്കറ്റിൽ ഓയിലായിരുന്നു. ആ ഓയിലാണ് എന്നെ സ്പൈസിനെസ് കിട്ടുന്നത്. അപ്പം ഞാൻ വെച്ച് കുറേ ഓയിലിടാം, ഒരുവിധം സ്പൈസി ആക്കാമെന്ന് വെച്ചു. പക്ഷേ ഞാൻ വാട്ടർ സൂപ്പി ടൈപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ വാട്ടർ മൊത്തം ഡ്രെയിൻ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ എരിവ് മൊത്തം വെള്ളത്തിലോട്ടാണ് പോയത്. അപ്പം നൂഡിൽസിൻ്റെ ആ സ്പൈസിനെസ് അങ്ങനെ എഫക്റ്റ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ എന്തായാലും ചീസ് ഇടാമെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ഒരു സ്ലൈസ് ചീസ് എടുത്തിട്ട് ആ നൂഡിൽസിന് കുറച്ച് ചൂട് കാണുമല്ലോ, ആ ചൂടിൽ ആ ചീസങ്ങ് മെൽറ്റ് ആയിക്കോളും. നമ്മൾ ആ ഫുൾ സ്ലൈസോടെ ഇട്ടാൽ കുക്കാവാൻ പാടാം. അതുകൊണ്ട് ഞാൻ കൊച്ചു പീസായിട്ട് മുറിച്ചിട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് അപ്പോഴത്തേക്കും ഒരുവിധം സെറ്റായിട്ടുണ്ട്. എൻ്റെ ഒപ്പം എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു കഴിക്കാൻ. അതാ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഇങ്ങനെ തംസപ്പ് അടിക്കുന്ന ഇടയ്ക്ക് എടുത്തോണ്ടേ, അത് മൈൻഡ് ചെയ്യേണ്ട. അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ഹോസ്പിറ്റലിലൊക്കെ പോയി ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തെ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട് നാളെ. അപ്പം യൂഷ്വലി എല്ലാവരും ഇപ്പോൾ എന്താ സ്റ്റോറി ഇടുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, അങ്ങനെയൊക്കെയല്ല. അപ്പോൾ ഞാൻ വെച്ചു കുറച്ച് ഡിഫറെൻ്റായിട്ടൊരു കാർഡ് കൊടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാനൊരു കാർഡിൻ്റെ ചെറിയ കാർഡ്, എനിക്ക് വരയ്ക്കാനും അങ്ങനെ അറിയില്ല, എനിക്ക് മറ്റേ കാലിഗ്രഫി പോലെ എഴുതാനും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊരു ചെറിയ കാർഡ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പിൻട്രസ്റ്റിൽ കയറി കുറച്ച് തപ്പി, സിംപിളസ്റ്റ് ബർത്ത്ഡേ കാർഡ്സ് എന്ന് പറഞ്ഞ് തപ്പി. അപ്പോൾ അതിനകത്ത് കുറച്ച് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ലതാണ്, ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. എന്നിട്ട് കുറച്ച് ബലൂൺസൊക്കെ സൈഡിൽ വെച്ച്. എനിക്ക് ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് ആ എഴുതുന്നതിൽ ഏറ്റവും ഭയങ്കര പാട്, കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര അട്രാക്റ്റീവ് അല്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് റബ്ബറിട്ട് മായ്ച്ച് ഞാൻ വീണ്ടും എഴുതുക. എന്നിട്ട് ഞാനത് ബ്ലാക്ക് മാർക്കർ വെച്ച് ചെയ്തു. എന്നിട്ട് വരയ്ക്കാറെന്ന് ഞാൻ വെച്ച് കുറേ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കേഴ്സ് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ ഞാൻ വെച്ച് പിന്നെ വേണ്ട, ഒന്ന് പടം വരയ്ക്കാം, ഇങ്ങനെയും ഒന്ന് ഉപയോഗിക്കുന്ന രീതിക്ക് ഞാൻ പടം വരച്ചു. കുറച്ച് ബലൂൺസും കുറച്ച് റിബണൊക്കെ ആയിട്ട് ഞാൻ ആദ്യം വെച്ച് സ്റ്റിക്കർ ഒട്ടിക്കാൻ വന്നപ്പോഴത്തേക്കും അത് മാച്ച് ആകുന്നില്ല. അപ്പം ബർത്ത്ഡേ വൈബിന് മാച്ചായിട്ടുള്ള സ്റ്റിക്കർ ഞാൻ തപ്പിയെടുത്ത് ഒട്ടിച്ചു. പിന്നെ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് ഒട്ടിക്കണം. എന്നിട്ട് ആലോചിച്ച് ടൈം ലാപ്സ് ആണല്ലോ എന്ന് ആലോചിച്ചു. പിന്നെ അതിനകത്ത് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാനത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ സിംപ്ലസ്റ്റ് ബർത്ത്ഡേ കാർഡ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിനെ പറ്റി എന്തെങ്കിലും സജഷൻസോ ഇമ്പ്രൂവ്മെൻറ്റ്സോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഞാൻ എല്ലാവരുടെയും കമൻസും ഭയങ്കര വാല്യുബിളായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഇതായിരുന്നു എൻ്റെ ചെറിയ വ്ളോഗ്. ഇഷ്ടപ്പെട്ടു വന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വ്ളോഗ് കാണുന്നതായിരിക്കും. ബൈ.